വീഡിയോയിലായിട്ടുമായിട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളുടെ നമുക്ക് കയറാൻ പറ്റുന്ന 3 വീടുകൾ കാണിച്ചു തരാനാണ്. കാണാം, ലെറ്റ്സ് ഗോ. പോലീസ് വണ്ടി നമ്മൾ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ചാവൂല. നമ്മൾ ഹെലികോപ്റ്റർ പോയി. നമുക്ക് എന്തായാലും ഡ്രോൺ എടുക്കാം, എന്നിട്ട് നമുക്ക് വീടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഓരോ വീടുകളും ഞാൻ എണ്ണി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെസിലിറ്റീസ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറാം, കാരണം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം ഞാൻ തപ്പി പിടിക്കാം. ഡ്രോണ് മൂടാണെങ്കിൽ എനിക്ക് അധികം നേരം കൊടുക്കൂല കേസ്. ഇപ്പോഴത്തെ അതെ, ഇവിടെയാണ് നമ്മളുടെ വില്ലേജ്. ആ ഭാഗത്താണെന്നാണ് നമ്മൾ പറഞ്ഞ വീട്. നല്ല വില്ലേജ്, നല്ല ഭംഗിയുള്ള വില്ലേജാ ഗായ്സ്. എന്ത് ഭംഗിയുള്ള വില്ലേജുകളെ ഗായ്സ്. നമ്മളെ അമ്മൂമ്മയുടെ വീട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡോണിൻ്റെ വീടാണ് ഇത്. ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ വീട്. ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ വീട്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാനൊന്നും പറ്റൂല. ഉള്ളിൽ നമുക്കറിയില്ല ഗായ്സ്. എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഗായ്സ്. അമ്മൂമ്മയുടെ വീട് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അമ്മൂമ്മയുടെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസ് ഇതാണ് ഗായ്സ്. സംഭവം സീനല്ലേ, വേറെ സംഭവം സീന. നമ്മൾ ഈ വീടെല്ലാം കാണിക്കാൻ വന്നത് ഇപ്പോഴത്തെ വീടുകളുണ്ട്. നമ്മളിപ്പോൾ കാണിക്കാൻ വന്ന വീടുണ്ട്. കാണുന്നത് ആ കാണില്ലേ, ആ വീട് കിടുക്കാച്ചേറ്റം വീട്. ശരിക്കും നമുക്ക് കിട്ടേണ്ട വീടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. ശരിക്കും കിടുക്കാച്ചേറ്റം. നാളിപ്പോഴത്തെ പണ്ടത്തെ 2 വീടുകളില്ല, ആ വീടിനൊക്കെ തികച്ചും പോലെ കിടുക്കാച്ചേറ്റമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കൽ ഡോറ്. സത്യം. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമാവാത്ത കാര്യം, ഇവിടെ സ്വിമ്മിങ് പൂളിൽ ഇതില്ല. നമുക്ക് എന്തായാലും സ്വിമ്മിങ് പൂൾ ആവശ്യമില്ല. സ്വിമ്മിങ് പൂൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് നമ്മൾ. സ്വിമ്മിങ് പൂള് കുറവാണ് ഇവിടെ, വെള്ളം. അതാണ് മാത്രമേ എനിക്ക് പ്രത്യേകതയുള്ളൂ. പിന്നെ ഇവിടെ വീടിടാനുള്ളൊരു സ്ഥലം നല്ല പ്രത്യേകതയാണ് ഈ ഭാഗത്തിന്. പിന്നെ നമ്മളറിയാൻ പോണ വീടിൻ്റെ ഈ ഭാഗം എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഭാവിയിൽ വരാൻ പോണ വീട് പോലെ തോന്നുന്നു. കാരണം നമ്മളെ അതേ ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് ഗായ്സ്. കണ്ടോ? പിന്നെ ഇവിടുത്തെ ഏണിന്ന് പറയണ്ട, ഇൻവെസിബിൾ ഏണി. കണ്ട, ഇൻവെസിബിൾ ഏണി. അയ്യോ, ഇൻവെസിബിൾ ഏണിയാ ഗായ്സ്. ഇവിടുത്തെ ഇൻവെസിബിൾ ഏണി നഗരികട മുകളിൽ പെടാ വ്യൂ കിട്ടും. പെടാ വ്യൂ ഉണ്ട്. കാണും, നല്ല വ്യൂ കിട്ടണ സാധനം. എടാ വീടത് അത്ര വ്യൂ കിട്ടും. പിന്നെ ഈ വീടിൻ്റെ അത്ര പ്രത്യേകത എന്ന് വെച്ചാൽ മേളിൽ നല്ല ലൈറ്റും ഹാളും കൂടിയ നല്ല ഫേസി കൂളിങ് AC ഉള്ള 18 AC ഉള്ള ഒരു വീടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ വീട് നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ, ഈ ഭാഗത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇത്ര ഭംഗിയിലായിരിക്കും ഉണ്ടാവുക. ഈ വീട് നമുക്ക് കിട്ടണമായിരുന്നു. അത്രയും
വൃത്തിയും വെടുപ്പുള്ള വീട് നമ്മൾ വൃത്തിയിലുണ്ടാക്കിയാണ്. ഇവിടുത്തെ ഓട്ടോമാറ്റിക്കൽ ഡോറാണ് പ്രത്യേകത. ഓട്ടോമാറ്റിക്കൽ ഡോറാണ് നിങ്ങൾക്ക് വിശ്വാസമാവും. വീട്ടിലേക്ക് ഒരു ദിവസം വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു ദിവസം പോയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഈ വാക്കുകൊണ്ട് കാണുമ്പോൾ ഒരു ത്രില്ല് ലുക്കുണ്ട് ഈ വീട്. ഇനി നമുക്ക് സെക്കൻഡ് വീട്ടിലോട്ട് പോവാം. സെക്കൻഡ് വീട് നമ്മുടെ അമ്മൂമ്മയുടെ വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് ആ വീട്. ഈ വീട് നിങ്ങൾക്ക് കാണാൻ ചിലവരൊക്കെ കണ്ടുണ്ടാവും, ചിലപ്പോൾ കാണാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട്. ഈ കാണാണ് നമ്മളുടെ വേറൊരു വീട്. ഈ വീട് ഇപ്പോൾ കിടുക്കാച്ചിട്ടാണ് കഴിച്ചത്. ഈ വീട് നല്ല കിടുക്കാച്ചി വ്യൂ ഒക്കെ ഉള്ള ഈ സാധനമാണ്. പക്ഷെ ഈ വീട്ടിൽ തീരെ ബെഡ്റൂം ഒന്നും അധികം ഇല്ല. ചിലപ്പോൾ ഇത് അധികം ഉപയോഗിക്കാതെ വിട്ടിരിക്കണം. ബെഡ്റൂമൊക്കെ അധികം ഇല്ല. പക്ഷെ ഇവിടുത്തെ ഡോർ തന്നെ ഫെസിലിറ്റി, നല്ല ഫെസിലിറ്റി ഉള്ള വീട്. ഇവിടുത്തെ കോണിപ്പടിയും വ്യൂ ആണ്. ഇവിടെ കോണിപ്പടിച്ചു കണ്ടോ, കോണിപ്പടി കണ്ട, ഒഴുകണം പറ്റുന്ന കോണിപ്പടി. ഈ വീട്, ഈ സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കളിക്കണവർക്ക് അറിയണമെങ്കിൽ, ഈ ഗെയിം കളിക്കണ എല്ലാവർക്കും ഈ വീട് എവിടെയെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ജുറാസിക് പാർക്കിലെ അമ്മൂമ്മയുടെ വീടിൻ്റെ അടുത്താണ് ഈ അമ്മൂമ്മയുടെ വില്ലേജ്. എന്നിട്ട് എൻ്റെ അമ്മൂമ്മയുടെ വില്ലേജിൻ്റെ അടുത്താണ് ഈ വീട് വരുന്നത്. വ്യൂ ഇവിടെ നോക്കിയാൽ ഇത്രയും രസമുള്ളതെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വ്യൂവും ഇത്രയും സൗകര്യങ്ങളും കിട്ടുന്ന ഒരു വീട് ലോകത്ത് കിട്ടൂല. പക്ഷെ ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതില്ല, ബെഡ്റൂമില്ല, ഒരു ഫെസിലിറ്റി ഇല്ല ഗൈസ്. അതുകൊണ്ട് ഈ വീട് അതിൻ്റെ രസം ഉണ്ടാവില്ല. വീട് നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് ചിലപ്പോൾ നിരീക്ഷണ കേന്ദ്രമാകാനാണ് എനിക്ക് കൂടുതൽ സാധ്യത തോന്നുന്നത്. എന്നിട്ട് ബെഡ്റൂം ഒരു സാധനമില്ല ഗൈസ്. ബെഡ്റൂമൊക്കെ നമുക്ക് വരുത്താം, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ബെഡ്റൂം ഇവിടെ നമുക്ക് ബെഡ്റൂമിൻ്റെ കോഡ് അറിയാമെങ്കിൽ അടിച്ചെടുത്താൽ മതി. അത് ബെഡ്റൂമിൻ്റെ പ്രശ്നം നമുക്ക് ഇത്ര തോന്നുന്നില്ല. പ്രശ്നമായിട്ട് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. 2 വീടുകൾ പരിചയപ്പെടുത്തിയാണ്. അത് പണ്ടത്തെ വീട്, അതിവിടെ അടുത്തൊന്നല്ല എന്ന് തോന്നുന്നത്, കുറച്ച് ദൂരമാണ്. പണ്ടത്തെ വീട് ഇപ്പോഴത്തെ വീട് കാണിച്ചു തന്നെ. പിന്നെ നിങ്ങൾക്കറിയാത്ത ഒരു സീക്രട്ട് കോഡുകളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നമ്മളുടെ പോലീസ് സ്റ്റേഷനാണിത്. നമുക്കിപ്പോൾ പോലീസ് ഇല്ലാത്ത പോലെ തോന്നില്ല. ശരിക്കും ഇതൊന്നും ഒന്നേണ്. നമ്മളെ പോലീസുകാർ പറ്റിക്കണ കഴിച്ചു. ഒന്നായി സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ, ഒരുപാട് സെക്യൂരിറ്റി ഉണ്ട്. നമ്മളെ ഇവിടെ ജയിലില്ലാത്ത പോലെ തോന്നുമെങ്കിൽ ജയിലിലും ആൾക്കാരുണ്ട്, ജയിലിലും ആളുണ്ട് കഴിച്ച്. ജയിലിൽ ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ്, ഇത് വെറും ഇത് പോലീസ് സ്റ്റേഷൻ തന്നെ കഴിച്ച്. നമ്മളിപ്പോഴത്തെ വീട് ഇപ്പോൾ താമസിക്കുന്നത് താൻപേടൊക്കെയാണെങ്കിൽ നാളെ വീട്ടിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സ്വിമ്മിങ് പൂള്, കുളിമുറി ജിമ്മ്, അതൊരു വീട്ടിലും ഇല്ല. ആ വീട്ടിൽ നമ്മൾ കണ്ട ഒരു വീട്ടിലും ജിമ്മില്ല. ജിമ്മ് നമ്മളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ജിമ്മിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, ജിമ്മിൽ നമുക്ക് കയറാൻ പറ്റില്ല. ജിമ്മാണല്ലോ. നിങ്ങൾക്കറിയാത്തൊരു സീക്രട്ട് ഞാൻ ഗ്ലിച്ചാണ് വീഡിയോ നമ്മളിപ്പോൾ ഒരു ലോകത്തോട്ട്, നിങ്ങൾക്ക് വേറെ ലോകത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഡ്രോൺ എടുത്താൽ നമുക്ക് കാണാം നാളെ വീട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റൂല കാശ്, കണ്ട ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. അത്രയും. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചു തരാൻ പോണത് നമുക്ക് കയറാൻ പറ്റിയ ഒരു സ്ഥലം മാത്രമാണ്. നിങ്ങൾക്ക് ഇത് പകുതി പേർക്കും അറിയാത്തൊരു സ്ഥലമാണിത്. ഈ സ്ഥലം പകുതി പേർക്കും അറിയൂല. ആ സ്ഥലം ഇവിടെ അടുത്തൊന്നല്ല, നമ്മളെ വീടിൻ്റെ അടുത്താണ് കാശ്. ആ കാണുന്നത് നമ്മളിപ്പോൾ പോയ വീട് ഇവിടെ എൻ്റെ അടുത്താണ് കാശ്. മിലിറ്ററി സ്ഥലമാണ് ഇവിടെ. മിലിറ്ററി സ്ഥലത്തിൻ്റെ പ്രത്യേകത ആർക്കും പകുതി പേർക്കും അറിയാത്തായിരിക്കും. അത്ര പുരാതന മിലിറ്ററി ഒന്നല്ല ഇതിപ്പോൾ വന്നിട്ടുള്ളൂ, പുരാതനമില്ല. ഇവിടെ മിലിറ്ററീസ് ഇല്ലാത്ത പോലല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. നമുക്കിവിടെ ആൾക്കാരൊന്നില്ലോ ഇവിടെ കാണാൻ പറ്റൂല, അതാണ് സെക്യൂരിറ്റി. ഈ ഡ്രോൺ വെച്ച് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല, നിരീക്ഷിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ സത്യം പറയട്ടെ, ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട് ഗൈസ്. സീക്രട്ടായിരുന്നു സ്ഥലം ഫുള്ള് സീക്രറ്റ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുണ്ട്, ഇവിടെ ഒരുപാട് പേരുണ്ട് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഒരു സ്ഥലമില്ല.
ഒരുപാട് വണ്ടികളുണ്ട്. ഒരു വണ്ടിയുണ്ട്, 2-3 വണ്ടികൾ. ശരിക്കും അത് വേറൊരു അഭിനയം മാത്രമാണ്. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, പിന്നെ മിലിറ്ററി വണ്ടി ഉണ്ട്. ഇതല്ലാണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ കുറച്ച് മിത്തും കമൻറ്റ് ചെയ്യുക, അത് ജയിക്കും പറയാം. ഈ സ്ഥലത്തോട്ടൊക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിന് എവിടെയാണ് ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. ഈ സ്ഥലങ്ങളുടെ എവിടെയാണെന്ന് ഞാൻ ആ കമൻറ്റിന് നേരെ കമൻറ്റിലുള്ള ആളോട് ഞാൻ ഈ ഇതെവിടെയെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പറയേണ്ടവർ ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചു കയറി വെച്ചു ഗൈസ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. നമ്മൾക്കുള്ളത് ഇവിടെയാണ്. നമ്മൾ എത്ര നേരം നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചിരിക്കും ഈ വഴിയാണ്. എന്നാൽ ശരി, ടാറ്റ ഞാൻ പറയാൻ പോണ്. ടാറ്റ പറയട്ടോ. ഇപ്പം നമ്മളുടെ ഇടിയുടെ ഷേപ്പൊക്കെ മാറി ഗൈസ്. എന്നാൽ ശരി, ടാറ്റ.